Role of men in menstrual hygiene എന്ന സെഷനാണ് നാം കേൾക്കാൻ പോകുന്നത്. എല്ലാവരെയും JCIയുടെ പേരിലും എൻ്റെ പേരിലും വെൽക്കം ചെയ്യുന്നു. അതുപോലെ മഞ്ജിതയെ ഞാൻ ഒരിക്കൽ കൂടി ഈ സെഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ വെൽക്കം മഞ്ജിത, the session is open. Welcome. Thank you so much. Thank you, Anuja. Thanks a lot for that warm welcome. And I thank the JSTEC wing of Thrissur, JCI Thrissur, for arranging such a topic, such a good topic to talk about. And anyways, this is a wonderful topic to be discussed with. Role of men towards menstruation. Always we used to speak about role of women towards pubic hygiene, things like that. Girls and women are നമ്മൾ കൂടുതൽ concentrate ചെയ്യാറ്. And this is the first time but even I got a chance to take a class for men rather than like my lady JC friends are here, but still this was more intended towards the male community rather. And I feel so happy and proud to take this topic, role of men towards menstruation and menstrual hygiene. Yes. So before we move on with the topic, first thing which we have to know is what is menstruation. Okay, so boys are here, gents are here. Most of you might be knowing. Small boys are also there. So first thing I wanted to tell you is like, ആരും embarrassed ആവരുത്. When we say things clearly, open ആയിട്ട് പറയുമ്പോൾ embarrassment feeling പാടില്ല. And I purposefully have taken the sanitary pads with red marks on it, because even in agitation, കേൾക്കുന്നില്ലേ? Am I audible? Yes, you are. Okay. I thought in between I was okay. So ഞാൻ ഈ sanitary pads എടുത്തത് ഈ red stained sanitary pads എടുത്തത് purposefully ആണ്. കാരണം നമ്മൾ ചില പരസ്യങ്ങളിൽ പോലും what we are seeing is like sanitary pads with blue color mark on it. I don't know where on earth do humans bleed in blue color. Blue bleeding ഇതുവരെ ഞാൻ ഹ്യൂമൻസിൽ കണ്ടിട്ടില്ല. Of course, there are certain animals I have heard like they used to bleed in blue, but humans എപ്പോഴും red color. എല്ലാവരും mute ചെയ്താൽ it will be good. Please mute your microphones so that in between അങ്ങനെ disturbance വരാതിരിക്കാൻ കേട്ടോ. Thank you so much if you mute. So red stains അതൊരിക്കലും ഹൈഡ് ചെയ്യാനുള്ള കാര്യമല്ല. Red stains is something which is like giving us a knowledge or pointing us towards one thing, like we are blessed. അല്ലെങ്കിൽ proudly കാണിക്കേണ്ട ഒരു സാധനമാണ് ഈ red stains. അവിടെ blue color കൊണ്ടുവരേണ്ട ആവശ്യമില്ല. So for the boys, കുറച്ച് ബോയ്സ് ഉണ്ട് നമ്മളുടെ കൂടെ, അവർക്ക് ചിലപ്പോൾ മെൻസ്ട്രേഷൻ എന്താണെന്ന് അറിയണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്തിനാ മെൻസ്ട്രേഷനെ ഇങ്ങനെ തൊട്ട് മെൻസ്ട്രേഷൻ ഉണ്ടാവുമ്പോൾ തൊടാൻ പാടില്ല, മാറി നിൽക്കണം, വേറെ പോയി താമസിക്കണം, റിലീജിയസ് പ്രാക്ടീസിന് പങ്കെടുക്കാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ ദിസ് ഇസ് സംതിങ് ബാഡ് എന്നൊരു ഒപ്പീനിയൻ ആണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്. സോ അതല്ല എന്ന് കാണിക്കാനാണ് ഈ ഒരു പർട്ടിക്കുലർ പിക്ചർ. ഇറ്റ് ഈസ് ലൈക്ക് മെൻസ്ട്രേഷൻ ഇസ് നത്തിങ് ബട്ട് ഒരു ബേബി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്രസ് റെഡി ആവുന്നതാണ്. നിങ്ങളുടെ അമ്മമാരുടെ യൂട്രസ്, വൂം, നമ്മൾ പറയും വയറുള്ള കുട്ടി എന്ന് പറയും, കുഞ്ഞു കുട്ടികളൊക്കെ പറയും വയറുള്ള കുട്ടി. ആക്ച്വലി ഇറ്റ് ഇസ് യൂട്രസ്. ഓക്കെ, സോ യൂട്രസിന്റെ ഉള്ളില് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, കുട്ടി ജീവിക്കണ്ടേ, കുഞ്ഞു കുട്ടികളുള്ളത് കൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഭയങ്കര പറയുന്നത് കേട്ടോ. സോ ദ ചൈൽഡ് ഹാസ് ടു ലിവ്, റൈറ്റ്? അപ്പൊ അതിന് ഓക്സിജൻ കിട്ടണം. Then every body activities should work on. അതിനെല്ലാം വേണ്ടി യൂട്രസ് റെഡി ആവാണ്, ഒരു ബേബിനെ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആവാണ്. സോ ആ റെഡി ആവുമ്പോൾ യൂട്രസിൽ ഫുൾ ബ്ലഡ് ലൈനിങ്സ്. ഓക്കെ, ബ്ലഡ് ലൈനിങ്സ് വിൽ ബി there throughout the uterus wall. അപ്പോ ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ ബേബി. ബേബി ഉണ്ടായി കഴിഞ്ഞാൽ ബേബിനെ പ്രൊട്ടക്ട് ചെയ്യും, ഓക്സിജൻ ഒക്കെ കൊടുക്കും, എല്ലാം ചെയ്യും. ഇഫ് ബേബി ഫോർമേഷൻ നടന്നില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? ഈ ബ്ലഡ് വെസൽസിന്റെ ആവശ്യമില്ല.
അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് തന്നെ പുറത്തേക്ക് പോകുന്നതാണ് ഈ ബ്ലഡ്. സോ ഇത് elder ones, they know it well. The womb is preparing to receive the baby, and if the baby is not there, the womb has to shed off the blood linings. ആ ബ്ലഡ് ആണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് അത് ഹാപ്പൻ ചെയ്യാത്തപ്പോ പുറത്തു പോകുന്ന ബ്ലഡ് ആണ് ഈ മെൻസ്ട്രൽ ബ്ലഡ്. ഓക്കെ, അതെങ്ങനെയാണ് തൊട്ടുകൂടായ്മ ആവുന്നത്, അതെങ്ങനെയാണ് ചീത്തയാവുന്നത്, അത് എന്തുകൊണ്ട് അങ്ങനെ മെൻസ്ട്രേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളെ മാറ്റി നിർത്തുന്നു, ഗേൾസിനെ ആയാലും ലേഡീസിനെ ആയാലും, വൈ പീപ്പിൾ ആർ കീപ്പിംഗ് ദം അവേ, വി ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, അത് ഗുഡ് ഓൾഡ് പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തു വരാണ്. നമ്മളുടെ അവിടെ കുറെ ടാബൂസ് ഉണ്ട് അബൌട്ട് ദിസ് വിച്ച് ഐ വിൽ ബി ഡിസ്കസിങ്. സോ തിങ്സ് ലൈക്ക് ബ്ലീഡിങ് ഇസ് സംതിങ് ഗ്രേറ്റ്, വളരെ പ്യുവർ ആയിട്ടുള്ള വളരെ സാങ്ക്ടിറ്റി ഉള്ള ഒരു കാര്യമാണ് ബ്ലീഡിങ്. വെൻ വിമൻ ആർ ബ്ലീഡിങ്, വെൻ വിമൻ ആർ മെൻസ്ട്രേറ്റിംഗ്. ഓക്കെ, സോ that's the first thing which I wanted to say. And we bleed in red color. Okay, and these are certain products which we are using when we are menstruating. Appo idum boys na korchu perkku ariyirkum, korchu perkku ariyilla. Adonda I have taken the pictures. Aadhയം കാണുന്നത് സാനിറ്ററി പാഡ് ആണ്. ഇതാണ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. മെൻസ്ട്രേഷൻ സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സാനിറ്ററി പാഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ടാമ്പൺ. ഇത് വെജൈനയുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. ആൻഡ് ഈ ത്രെഡ് പോലത്തെ സാധനം ഇറ്റ് വിൽ ഹങ് ഔട്ട്. അപ്പം വൺസ് ഇറ്റ് ഇസ് ഫിൽഡ് നമ്മളത് പുറത്തേക്ക് എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പും വെജൈനയുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും. അതിൽ ബ്ലഡ് ഫില്ലായി കഴിയുമ്പോൾ വാഷ് ചെയ്യും. അഗെയിൻ വിൽ ബി റീയൂസിങ് ഇറ്റ്. അത് നല്ലോണം സ്റ്റെറിലൈസ് ചെയ്യണം. അത് നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ്. സോ വെൻ ഇവിടെ ജെൻസിനോട് മെയിൻ ആയിട്ട് പറയാനുള്ളത്, സാനിറ്ററി പാഡ് ഇസ് സംതിങ് വിച്ച് ഇസ് എ നെസസിറ്റി ആൻഡ് നോട്ട് എ ലക്ഷറി. ഓക്കെ, ദയവ് ചെയ്ത് അത് എല്ലാവരും മനസ്സിലാക്കണം. സാനിറ്ററി പാഡ് നെസസിറ്റി ആണ്, അത് ലക്ഷറി അല്ല. അത് എന്തുകൊണ്ടാണ് ഐ ടെൽ യു. ഇനി ലോട്ട്സ് ഓഫ് ടാബൂസ് ആർ ദേർ. ഒരുപാട് മിത്തും മിസ്കൺസെപ്ഷൻസും ഉണ്ട് റിഗാർഡിങ് പീരിയഡ്സ്. ഓക്കെ, നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പീരിയഡ്സ് ആവുന്ന സ്ത്രീകൾ ഒരു ഹട്ടിൽ താമസിപ്പിക്കുന്നു. ഭയങ്കര ബാർബേറിയൻ ആയിട്ട് അവരെ ഹട്ടിൽ താമസിപ്പിച്ചിട്ട് അബാൻഡൻ ചെയ്യുന്ന പോലെ ഫുഡ് പോലും അങ്ങനെ ഒന്നും കൊടുക്കില്ല ഒരു 3 days. സോ അത്രയും അവിടെ ഒന്നും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളായിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അബാൻഡൻ ചെയ്യുന്നതാണ് ചില സ്ഥലങ്ങളിലെ പതിവ്. ഓക്കെ, സോ ഇവിടെയും നമ്മളുടെ ഒരു ഇന്റീരിയർ ആയിട്ടുള്ള നമ്മളുടെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ആ കൺട്രി ഇഫ് യു ഗോ towards the inner regions, maybe certain urban areasലും ഒക്കെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, മാറിക്കിടക്കുക എന്നുള്ളത്. നമ്മൾ തന്നെ ആരൊക്കെ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. വെൻ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും മാറി വേറൊരു റൂമിൽ കിടക്കുക, ആ ഒരു കോൺസെപ്റ്റ് അത് അത്രയും ഫൂളിഷ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് കീപ്പിംഗ് ദം അവേ ഫ്രം ഓൾ സോർട്ട് ഓഫ് ഹാപ്പിനെസ്, എല്ലാ റിലീജിയസ് ഫംഗ്ഷനും മാറ്റി നിർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ഇതൊക്കെ മിത്താണ്. അതായത് പീരിയഡ്സ് ഉള്ള ഗേൾസ് ഇംപ്യൂർ ആണ്, പീരിയഡ്സ് ഉള്ള ലേഡീസ് ഇംപ്യൂർ ആണ്. പിന്നെ ഗേൾസ് ഷുഡ് നോട്ട് കുക്ക്. പീരിയഡ്സ് ഉള്ളപ്പോൾ കുക്ക് ചെയ്യാൻ പാടില്ല. അത് വേണമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലേ. അപ്പൊ ബോയ്സ് അല്ലെങ്കിൽ ജെന്റ്സ് കുക്ക് ചെയ്യുമല്ലോ, അത് വേണമെങ്കിൽ ചെറുതായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അതർവൈസ് ഓൾ ദീസ് ആർ കൺസിഡേർഡ് ആസ് മിസ്കൺസെപ്ഷൻസ്. ദേ ഷുഡ് നോട്ട് വിസിറ്റ് സീക്രട്ട് പ്ലേസസ്. അതെല്ലാം മിസ്കൺസെപ്ഷൻസ് ആണ്. ഓക്കെ, പക്ഷെ what actually is period? It is a natural way that you are saying to the world that you are growing up. ഗ്രോ അപ്പ് ആവുന്നുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാണ് പീരിയഡ്സിൽ. ആൻഡ് വെജൈന എന്ന് പറയുന്ന ഒരു ബാഡ് വേർഡ് അല്ല. വെജൈന ഇസ് എ പ്ലേസ് ത്രൂ വിച്ച് the penis or the sperms are entering into the female's body. അതൊരു ബാഡ് വേർഡ് അല്ല. പീരിയഡ്സ് നമ്മൾ എപ്പോഴും പീരിയഡ്സ് ആർ കൂൾ എന്നുള്ള തരത്തിൽ വേണം നമ്മൾ ബിഹേവ് ചെയ്യാൻ. ആൻഡ് ഇവിടെ ജെൻസിനോട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ലേഡീസിനോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികളെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യണം. ലൈക്ക് ദിസ് പീരിയഡ്സ് സംതിങ് ആർക്കും അറിയാതെ പതുക്കെ പറയേണ്ട കാര്യം. എപ്പോഴും വീടുകളിൽ ശ്രദ്ധിച്ച കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു പാഡ് വേണമെങ്കിൽ അതൊരു സ്ത്രീയോടായിരിക്കും ചോദിക്കുക. അതും ഉറക്കെ ചോദിക്കില്ല, അങ്ങനെ എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന പോലെയാണ് പാഡ് ചോദിക്കുക. ഓക്കെ, സോ പാഡ് ചോദിക്കുന്നത് വൈ ലൈക്ക് അങ്ങനെ ചോദിക്കുന്ന ആവശ്യമില്ല. പാഡ് ഉണ്ടോ അങ്ങനെ നോർമലൈസ് ചെയ്ത് ചോദിക്കണ്ടേ വൈ. അതുപോലെ നമ്മൾ വെൻ വി ആർ ഗോയിങ് ടു ഷോപ്സ്, ഷോപ്പ് കീപ്പർ വിൽ മേക്ക് ഇറ്റ് സർട്ടൻ ദാറ്റ്
നമ്മളിപ്പോ ഒരു വിസ്പർ ഓറഞ്ച് കളർ ഒരു പാഡിന്റെ കവർ, യൂഷ്വലി വിസ്പർ ആണ് ഏറ്റവും കൂടുതൽ കാണാം. അത് അവര് ഒരു പേപ്പറിൽ പൊതിഞ്ഞു തരാൻ അവര് ശ്രദ്ധിക്കും. അവര് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഓർമ്മിപ്പിക്കും, അന്ന് പൊതിഞ്ഞു തരൂ. What is wrong? I don't understand. What is wrong if you show your napkin outside? There is nothing wrong. നമ്മൾ ആദ്യം നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം, ഇത് റോങ് അല്ല, this is something I should be proud of എന്നുള്ളത്. We should train ourselves first. Okay. And in വീട്ടിലാണെങ്കിലും I think I have told this before in another class, when I am in toilet, sometimes if I forget pad, I used to say Krishna നമ്മുടെ pad എടുത്തിട്ട് വരും, because he knows it, he know what is periods and he will give me the pad. അത് അത്രയും നോർമലൈസ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സ്കൂളിലായാലും സം ഓഫ് മൈ ടീച്ചേഴ്സ് ആയിരുന്നു ഇൻ ദ സ്റ്റാഫ് റൂം, കുട്ടികൾ പാഡ് വാങ്ങാൻ വരും. അപ്പോ ഇങ്ങനെ മേശർ അടി കൂടെ അങ്ങനെ കൊടുക്കും, പോലെ പോക്കറ്റ് ഉണ്ടോ പോക്കറ്റിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും. സോ നമ്മൾ തന്നെ പറയണം, ഇത് എന്തോ ബാഡ് തിങ് ആണ്, മറ്റുള്ളവർ അറിയാൻ പാടില്ല, സീക്രട്ട്, അറ്റ്മോസ്റ്റ് സീക്രട്ട് ആണ്. എ ഗേൾ ഇസ് ബ്ലീഡിങ്, എ ഗേൾ ഇസ് ഹാവിംഗ് ഹർ പീരിയഡ്സ് എന്നുള്ളത് മറ്റുള്ളവർ അറിയാനേ പാടില്ല. Okay, so actually we should be trained first. That is what I wanted to say before we train gents. Okay, and when we talk about gents, we have to salute this person, Arunachalam Muruganandam. You would have seen, many of you would have seen the movie Padman. പാഡ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ടിട്ടുണ്ടാവും. അക്ഷയ് കുമാർ അടിപൊളിയായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിൽ ഇറ്റ് ഇസ് ദിസ് പേഴ്സൺ. സോ വിതൗട്ട് സല്യൂട്ടിങ് ഹിം വി കനോട്ട് ടേക്ക് ദിസ് സെഷൻ. ആൻഡ് അദ്ദേഹത്തിനും ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് വന്നിരിക്കുന്ന ലേഡീസിൻ്റെതാണ്. സോ he is a man and he is working for ladies. ആളുടെ ഭാര്യ ഒരു അൺഹൈജീനിക് ആയിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ട് he was working to make pad. അതിനുവേണ്ടി അദ്ദേഹത്തെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാണ്ട് ഫൈനലി ഹി വാസ് വർക്കിംഗ് വിത്ത്, ഇത് റിയൽ ആയിട്ട് നടന്ന കാര്യം, ഹി വാസ് വർക്കിംഗ് വിത്ത് ബ്ലാഡർ ഫിൽഡ് വിത്ത് ആനിമൽ ബ്ലഡ്. ആനിമൽ ബ്ലഡ് ഉള്ള ഒരു ബ്ലാഡറും കൊണ്ട് ഹി വാസ് വർക്കിംഗ്, ഈ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ലീക്ക് ആവുന്നുണ്ട്. കുറെ വർഷം എടുത്തിട്ടാണ് അദ്ദേഹം അതൊരു പൈൻ വുഡ് വെച്ചിട്ടാണ് ഈ പാഡൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചത്. എന്നിട്ട് ഹി ഹാസ് മെയ്ഡ് പാഡ് for the people in his village in a very low cost. കാരണം ഹൈ കോസ്റ്റ് പാഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ he has made this. Okay, so thing is like men are always there to support. Only thing we have to give a hand, or ladies have to give a hand for them to get the support. ഇനി പല കാര്യങ്ങളും ഈ ഒരു സമയത്ത്, പീരിയഡ്സ് ഉള്ള സമയത്ത് once more ഒരു ടാബു കൂടെ ഐ നീഡ് ടു സേ. പണ്ട് കാലത്ത് ക്ലോത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രല്ല, ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ ലേഡീസ് what they are using പുല്ല്, ഉണങ്ങിയ പുല്ല്, പിന്നെ ഭയങ്കര വൃത്തികെട്ട ക്ലോത്ത്സ്, ഈവൻ പേപ്പർ, റാഗ് പോലുള്ള ക്ലോത്ത്സ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ക്യാൻ നോട്ട് അഫോർഡ്. സ്ലം ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പാഡ്സ്. സോ ദേ ആർ യൂസിങ് ഓൾ ദീസ്. അത്രയും അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. ആൻഡ് ദേ വിൽ ഗെറ്റ് ഇൻഫെക്ഷൻ. 100% ഇൻഫെക്ഷൻ കിട്ടുന്ന ആൾക്കാരാണ്. സോ തിങ്സ് ലൈക്ക് നമ്മള് ഒരുപാട് ഫിലാൻത്രോപ്പിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരും മെനി മെൻ ആർ ഡൂയിങ് ദാറ്റ്. അങ്ങനെയുള്ളവരും പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, സ്ലമ്മ് പോലുള്ള ഏരിയാസിൽ അവർക്ക് ഭക്ഷണം പോലും കിട്ടില്ല, പിന്നാണോ പാഡ്. സോ അങ്ങനെയുള്ള ഏരിയാസിൽ കുറെ സാനിറ്ററി നാപ്കിൻസ് ഒക്കെ കളക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ ഇറ്റ് ഇസ് സംതിങ്, ഒരു ഭയങ്കരമായിട്ടുള്ള നോബിൾ ഡീഡ് ആയിരിക്കും. ഇത് നമ്മള് വിച്ച് ഐ ഹാവ് നോട്ടീസ്ഡ് ആൻഡ് ഐ ഫെൽറ്റ് ഹാപ്പി ഡ്യൂറിങ് പ്രളയം വന്നപ്പോ. ഓക്കെ, നമ്മുടെ കേരളത്തിൽ ഫുൾ ഫ്ലഡ് ഉണ്ടായ സമയത്ത് വി ഹാവ് സീൻ ബോയ്സ്, നമ്മള് പറയുന്ന ഫ്രീക്ക് പയ്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി കളയുന്ന ബോയ്സ്, ദേ വർ റണ്ണിങ് ഫ്രം മെഡിക്കൽ ഷോപ്സ് ടു ഗെറ്റ് ദ പാഡ്സ്. ഓക്കെ, സാനിറ്ററി പാഡ്സ് അത്ര അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ വി ഫെൽറ്റ് ഓക്കെ, സ്ലോലി our society is coming up with, getting in terms with this. പാഡ് ഇസ് നത്തിങ് ലൈക്ക് ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് പതുക്കെ വരാണ്. വീണ്ടും അതെല്ലാം മാറുമ്പോൾ വീണ്ടും നമ്മൾ തന്നെ അതിനെ എന്താ പറയാ ഹൈഡ് ചെയ്യേണ്ട സാധനമാണെന്ന് കാണിക്കുന്നത്.
Okay, നമ്മളുടെ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിയും പിന്നെ what is that MHM, that is menstrual hygiene management പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. So when they have taken a survey, 355 million bleeding women are there in our country. 355 million bleeding women, out of which 12% only can afford pads. Really? Yes, this is a fact. 12% of women only can afford sanitary pads. Among this much number, like 355 million ladies in the 12% മാത്രമാണ് സാനിറ്ററി പാഡിലുള്ള ഒരു ആക്സസ് ഉള്ളൂ, സാനിറ്ററി പാഡ് ലഭിക്കുന്നുള്ളൂ. Okay, so വീട്ടിലായാലും when you are asking, when your wife is asking for a pad, you should say like you should not എന്താ പറയാ എത്ര പാടാ വാങ്ങി തന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറയരുത് ദയവിട്ട്, ബിക്കോസ് സോ ഡിജക്റ്റഡ് യുനോ. പാഡ് ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കണക്ക് പറയാ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. മെൻസ്ട്രൽ ഹൈജീന് മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ പാഡൊക്കെ. അത് മാത്രമല്ല, വീട്ടിൽ ഒരു സ്പേസ് ടു ഡിസ്പോസ് ദ പാഡ്, യു ഹാവ് ടു ഫൈൻഡ് എ സ്പേസ് ഫോർ യുവർ ലേഡീസ് ടു ഡിസ്പോസ് ദ പാഡ് properly well. It cannot be flushed that everybody knows. But then what to do with it? That you should find a solution for your ladies. ഒരിക്കലും കണക്ക് പറയരുത്. Like I'm a person who's having PCOD and I used to bleed a lot. And I must thank Sangeeta, Dr. Sangeeta. She's here, my friend. And because of her, I'm slowly coming up. Like I'm getting myself okay with my PCOD. Thank you, doctor. I'm taking the opportunity to thank you. And because ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തിട്ട് now I feel somewhat comfortable. Maybe കൈപുണ്യം എന്നൊക്കെ പറയില്ലേ. So it's like I thank her for that. Sometimes see, I used to bleed like hell, and in morning maybe I'm lying in a pool of blood at times. Okay, and so that husband and our child should support us. They should support us, and they are doing it, and I'm so happy for that. ഇവിടെ എൻ്റെ വീട്ടിൽ ഒരു മെഡിക്കൽ ഷോപ്പിലുള്ളതിനേക്കാളും pads ഉണ്ടാവും, because every now and then I need to change since I'm having this. So അത്രയും he never says like അയ്യോ ഇത്രയും പൈസ ചെലവാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ what will be my feeling? Okay, so the same thing will be there with the ladies. പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. The ladies who are like sustaining by themselves, അവരെന്നെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ കണക്ക് പറയരുത് ഒരിക്കലും. Okay, because I know my fellow colleagues who used to say about this. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതൊരു എക്സാജറേഷൻ ഒന്നുമല്ല. പാഡ് വാങ്ങുന്നതിന് കണക്ക് പറയുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്. Okay, so you should never do that. Neither to your daughter nor to your wife. ഒരിക്കലും അത് പറയരുത്. അവർ ആവശ്യപ്പെടുന്ന sanitary pads you have to give. That is the first step towards hygiene, pubic hygiene. Your role, first step is that. Okay, so please do that. And then these photos I'm asking you, have you ever done these to your woman? You can say yes, or you can chat. Yes ആണെങ്കിൽ proud ആയിട്ട് yes എന്ന് പറയും. Like when you are a lady. Okay, so many yes I'm hearing, and I'm so happy to hear that. 100% I'm happy to hear that. So if you are doing this to your woman on her period days, actually hats off to you if you do that. Okay, because ആ ഒരു കുറച്ച് ദിവസം ലൈക്ക് മേ ബി ഒരു മന്ത് ഒക്കെ ബ്ലീഡിങ് പ്രൊലോങ് ചെയ്യുന്ന ലേഡീസ് ഉണ്ടാവും. എന്നാലും കുറച്ച് ദിവസം they will have the temper tantrums, they will have like ചിലർക്ക് ഭയങ്കരമായിട്ട് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോംസ് ഉണ്ടാവാറുണ്ട്. they will be angry, they will have mood swings, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ യു ജസ്റ്റ് ഹാവ് ടു ഡു സച്ച് തിങ്സ് ടു യുവർ ലേഡീസ്, ലൈക്ക് ഒരു എന്താ പറയാ ഹോട്ട് വാട്ടർ ബാഗ് കൊണ്ടു കൊടുക്കുക, എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സ്ലോലി. ബിക്കോസ് പീരിയഡ്സ് ആണ്, ഫുൾ വെയിറ്റ് എടുത്ത് മസാജ് ചെയ്ത് അതൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ യു കുക്ക് ഫുഡ് ഫോർ ഹർ. നിങ്ങൾ അവർക്ക് വേണ്ടി കുക്ക് ചെയ്യുക. ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും ദേ വിൽ ഫീൽ ഹാപ്പി. ഓ മൈ ഹസ്ബൻഡ് ഇസ് കുക്കിംഗ് ഫോർ മീ. അവർക്ക് റെസ്റ്റ് കുറച്ച് ദിവസം, ഈ ഒരു 3 ദിവസം റെസ്റ്റ് കൊടുക്കുക. ആൻഡ് ദെൻ comfort her with always
be with her, whenever you can, like maybe നിങ്ങൾ ഭയങ്കര ബിസി ഒക്കെ ആണെങ്കിൽ പറ്റില്ല, എന്നാലും രാത്രി ഉണ്ടാവില്ല, ഇപ്പൊ പറ്റിയ സമയട്ടോ അതൊക്കെ ചെയ്യാൻ, ലോക്ക്ഡൌൺ അല്ലേ. അപ്പൊ ഷോ യുവർ ലവ്, ലൈക്ക് യുൽ ബി സിറ്റിംഗ് അറ്റ് ഹോം. അപ്പം ഭാര്യയ്ക്ക് പീരിയഡ്സ് ആണെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നേ. ഓക്കെ, സോ യു ക്യാൻ സീ ലൈക്ക് ഹൗ നൈസ്ലി ഷീൽ ബി ബ്ലഷിംഗ് ഇഫ് യു ഡു ഓൾ ദീസ്. ഇനി if you're an entrepreneur or if you're running a firm, these are the things which you can do for your ladies, your lady staffs there. Onnilengil you can have a sanitary pad vending machine. പല സ്കൂൾസിലും ഉണ്ടായ, ഞങ്ങളുടെ സ്കൂൾ ഒരു റൂറൽ ഏരിയയിലാണ്, CBSE സ്കൂളാണ്. ഈവൻ ദെൻ ഒരുപാട് വലിയ ഫീസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് എ സാനിറ്ററി പാഡ് വെൻഡിങ് മെഷീൻ ഇൻ ആർ ഗേൾസ് ടോയ്ലറ്റ്. ആ മാനേജ്മെന്റ് ഹാസ് സീൻ ടു ഇറ്റ് ദാറ്റ് ദേ ആർ ഹാവിംഗ് ഇറ്റ്. ഇത് നമ്മളുടെ ഫേംസിലും, ഇഫ് യു ആർ റണ്ണിങ് എ ഫേം യു ക്യാൻ ഹാവ് ദിസ്. വലിയ വലിയ ജ്വല്ലറീസും ലൈക്ക് വാട്ട് ഇസ് ദാറ്റ് ടെക്സ്റ്റൈൽ ഷോപ്സിലും ഒക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ഇതൊന്നും കണ്ടിട്ടില്ല, ബിക്കോസ് ദേ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ നെസസിറ്റി. ഓക്കെ, ആൻഡ് ചെറിയൊരു ഫേം ആണെങ്കിൽ പോലും യു ക്യാൻ ഡു തിങ്സ് ഇൻ യുവർ ഓൺ വേ. പിന്നെ ഈ ഇൻസിനറേറ്റർ ഇസ് സംതിങ് യൂസ് ടു വാട്ട് ഇസ് ദാറ്റ് ഡിസ്പോസ് ദ പാഡ്സ്. അപ്പോ അത് നിങ്ങളുടെ ഫേമിൽ വെക്കുക. ഇഫ് യു ആർ ലൈക്ക് വെൽ ഓഫ്, യുവർ ഫേം ഇസ് വെൽ ഓഫ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, നിങ്ങളുടെ ടോയ്ലറ്റിൽ ഒരു കബോർഡിൽ അറ്റ്ലീസ്റ്റ് ഒരു പാക്കറ്റ് പാഡ് വാങ്ങി വെച്ചാലും മതി. എവറി ടൈം യുവർ സ്റ്റാഫ് വിൽ നോട്ട് ടേക്ക്, ഇൻ കേസ് മറന്നു പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഷീ ക്യാൻ യൂസ് ഇറ്റ്, റൈറ്റ്? ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പെഡൽ ബിൻ യു ഷുഡ് ഹാവ് ഇറ്റ്. പല ഫേംസ് റൺ ചെയ്യുന്നവരും ക്ലോസറ്റിൽ ഒരു പെഡൽ ബിൻ വിത്ത് കവർ മറക്കാറുണ്ട്. മേ ബി ഒരു 3 പേരെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ സ്റ്റാഫ്, ഒരു 2 ലേഡീസ് 2 ജെന്റ്സ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ പോലും മേ ബി ആ സ്റ്റാഫ് പറയുന്നുണ്ടാവില്ല. ഇതൊക്കെ ലൈക്ക് ദിസ് ഇസ് ഹൗ യു ഷുഡ് ഹെൽപ് ദം ഇൻ വാട്ട് ഇസ് ദാറ്റ് pubic hygiene. ആൻഡ് വെൻ യുവർ അതേപോലെ ലേഡീസ് ഒക്കെ ആയിട്ട് നോ ഇൻ എ ഫാമിലി, ഇഫ് യു ആർ ഗോയിങ് ഫോർ എ പർച്ചേസ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ മദേഴ്സ് ഷുഡ് ടെൽ യുവർ സൺസ്, ലൈക്ക് ആൺകുട്ടികളോട് പറയണം, എടാ ആ സെക്ഷനിലാണ് കേട്ടോ പാഡ് ഉള്ളത്, അമ്മയ്ക്ക് പാഡ് വേണം, വാങ്ങി നീ എടുത്തിട്ട് വാ. അപ്പൊ അവർക്ക് അങ്ങനെ കൊണ്ടുവരുമ്പോ അവർക്ക് ആ എംബറസ്മെന്റ് പോവും. എത്ര പെൺകുട്ടികൾ പാഡ്സ് കൊണ്ടുവരുമ്പോഴോ ഇല്ലെങ്കിൽ അവർ ടോയ്ലറ്റിൽ പാഡ്സ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴോ ബോയ്സ് അവരെ ടീസ് ചെയ്യാറുണ്ട്. വൈ? ബിക്കോസ് ബോയ്സ് നോ ഇതെന്തോ ഒരു ചീത്ത സാധനമാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. ഇൻസ്റ്റെഡ് ഐ ഡോണ്ട് നോ അത്രയും എക്സ്റ്റെൻഡിലൊക്കെ ഇത് നമ്മളുടെ സമൂഹം പോവോന്ന് എനിക്കറിയില്ല, ബട്ട് ഇൻസ്റ്റെഡ് ഒരു ക്ലാസ്സിൽ ഒരു ഗേളിന് പാഡ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ബോയ് പോയിട്ട് സ്റ്റാഫ് റൂമിൽ അല്ലെങ്കിൽ പാഡ് വെൻഡിങ് മെഷീനിൽ പാഡ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സമൂഹം അതെപ്പോ വരും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ എം ടെലിങ് യു, അത് അത്രയും നോർമലൈസ് ചെയ്യണം. അഗെയിൻ ആൻഡ് അഗെയിൻ ഐ എം യൂസിങ് ദിസ് വേർഡ്. വി ഹാവ് ടു നോർമലൈസ് ദിസ് പെർട്ടിക്കുലർ തിങ്. പീരിയഡ്സ് ഇസ് നോർമൽ എന്നൊരു ഫീലിംഗ് നമ്മൾ വീട്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്ലോലി ഇറ്റ് വിൽ കം അപ്പ്. ആൻഡ് ഐ എം ടേക്കിംഗ് ബയോളജി. എന്റെ ക്ലാസ്സിൽ എനിക്ക് ഇത് കിട്ടുന്ന കുട്ടികളെയും അതുപോലെ അഡോളസന്റ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് സെപ്പറേറ്റ് എടുക്കാറുണ്ട്. ഐ യൂസ് ടു സേ ലൈക്ക് ഐ യൂസ് ടു മേക്ക് മൈസെൽഫ് അഷ്യൂർ ദാറ്റ് മൈ കിഡ്സ് നോ അബൌട്ട് ഓൾ ദീസ്. നമുക്ക് തന്നെ ഈവൻ എനിക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബയോളജി ടീച്ചേഴ്സ് ആ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ, റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ എത്തുമ്പോൾ, ഇല്ലെങ്കിൽ പീരിയഡ്സിനെ പറ്റി പറയുന്ന ചാപ്റ്റർ എത്തുമ്പോൾ അതൊന്ന് വായിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വേഗമായിട്ട് ടച്ച് ചെയ്തു പോകും. So what message are the teachers giving to the children? What message are we giving? Like it is something അത് ഒളിപ്പിച്ച് വെക്കേണ്ട സാധനം. Every time this is a message what we are giving. So naturally children also will feel like that. Boys ആയാലും അവർ അങ്ങനെ കണ്ടായിരിക്കും അവർ വളരുന്നുണ്ടാവുക. So please socialize this particular thing. Like വീട്ടിലായാലും പാഡ് ഒളിപ്പിച്ചും മറപ്പിച്ചും വെക്കാതെ എവിടെയാണ് ഇരിക്കുന്നത് അത് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കാന്നല്ല ഞാൻ പറയുന്നത്. അതിങ്ങനെ അത്രയും വാട്ട് ഇസ് ദാറ്റ് ഭയങ്കര ഒളിച്ചു വെക്കേണ്ട കാര്യമാണെന്നുള്ള ഒരു ഫീല് പാടില്ല. അതുപോലെ തന്നെ വെൻ യു ആർ ഹാവിങ് യുവർ പീരിയഡ്സ് നിങ്ങൾ ക്ലീൻ ആക്കിയിട്ട് യുവർ അണ്ടർവെയർസ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് വെൻ യു ആർ സൺ ഡ്രൈയിങ് ഇറ്റ് ഡോണ്ട് കീപ് എ ക്ലോത്ത് ഓവർ ഇറ്റ്. അത് ഒന്നാമത് ഫംഗസും കാര്യങ്ങളും വരും. അപ്പോ ശരിക്കും സൺ ഡ്രൈ ചെയ്യാൻ വേണ്ടത്.
നമ്മളത് ഇലാസ്റ്റിക് പോവാതിരിക്കാനും കുറെ കാലം യൂസ് ചെയ്യാതിരിക്കാനും മറ്റുള്ളവർ കാണാതിരിക്കാനും വേണ്ടി അതിന്റെ മുകളിൽ വേറൊരു ക്ലോത്തും കൂടെ കൊണ്ടിടും. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ് 100% യു ആർ ഗോയിങ് ടു ഇൻഫെക്റ്റഡ്, അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷനും കാര്യങ്ങളും വരും. വീട്ടിലെ മുതിർന്നവരുണ്ടാവും, നിങ്ങൾ ചിലപ്പോ ഇറ്റ് ഇസ് ലൈക്ക് now it's your time, take your call, you make your child understand ഇതൊരു അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സ്റ്റിഗ്മയോ സോഷ്യൽ സ്റ്റിഗ്മ അങ്ങനത്തെ അല്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ മേ ബി എൽഡേഴ്സ് ഒക്കെ വീട്ടിലുള്ളവർ പല കാര്യങ്ങളും പറയും. അതുപോലെ ഞാൻ റിലീജിയസ് ആയിട്ട് ഒരുപാട് കടക്കുന്നില്ല, എന്നാലും പല റിലീജിയൻസിലും ഇത് ഇപ്പോഴും ഒരു ടാബു ആണ്. ഡോണ്ട് യൂസ് വാട്ട് ഇസ് ദാറ്റ്, യു ഷുഡ് നോട്ട് ജോയിൻ എ സീക്രട്ട് ഫംഗ്ഷൻ, റിലീജിയസ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ വീട്ടിലും വിളക്ക് കൊളുത്താൻ പാടില്ല, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. സോ അതൊക്കെ ഹൗ ടു മാനേജ്, നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം. മൈ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക്, ദൈവം തന്നൊരു കാര്യം ഈ ഒരു സൊസൈറ്റിയിലേക്ക് എന്താ പറയാ, നമ്മുടെ മനുഷ്യൻ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്നുള്ളൊരു സ്പീഷീസിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഗോഡ് ഹാസ് ഗിവൻ ദിസ്. ഇഫ് യു ബിലീവ് ഗോഡ് ഇസ് ദെയർ, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അത് നമുക്ക് തന്നൊരു സാധനം, ദൈവം നമ്മൾക്ക് അനുഗ്രഹിച്ച് തന്ന ഇത്രയും പ്യുവർ ആയിട്ടുള്ള ഇത്രയും സാങ്ക്ടിറ്റി ഉള്ള ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം, how we can say like God is preventing us to go and meet him? I don't understand. I really don't understand the logic behind that. Anyways, that I'm leaving to you to ponder about. You can think about it, and things like നമുക്ക് ഭയങ്കര ഒരു കഷ്ടമായിട്ടുള്ള ഒരു സമയം വന്നു, നമുക്ക് പീരിയഡ്സ് ആണ്, നമ്മൾ ദൈവത്തിനെ വിളിക്കാതിരിക്കോ, ദൈവത്തിനെ പ്രാർത്ഥിക്കാതിരിക്കോ? ആരും ചെയ്യില്ല. We will pray to God. Now, if we are a believer, നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ 100% പ്രാർത്ഥിക്കും. അപ്പൊ പൂജാമുറി പോയിട്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. സോ എവിടെയായാലും വി ആർ പ്രേയിങ് ടു ഗോഡ്. സോ ദൈവം ഒരിക്കലും നമ്മളെ ബാനിഷ് ഓഫ് ചെയ്യില്ല. യു ആർ സംബഡി ഹൂസ് പ്രൊമോട്ടിങ് ലൈഫ്. ഓക്കെ, ഈ സ്റ്റെയിനും ഈ പീരിയഡ്സും ഈ ബ്ലഡ് സ്റ്റെയിനും ഒന്നും ഇല്ലെങ്കിൽ ഞാനും ഇല്ല, നിങ്ങളും ഇല്ല. That is 100% a fact. I will not be there, you will not be there if the stain is not there. അപ്പൊ അതിനെ യക്ക് ഫീലിംഗ് ഓടെ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് few tips for men to ease her periods and to make her feel good. Please, temper tantrums ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഞാൻ പറഞ്ഞു. അപ്പൊ പീരിയഡ്സ് ആവുന്നതിന് കുറച്ച് മുമ്പ് ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും വാട്ട് ഇസ് ദാറ്റ് ഇൻലോസും ഹസ്ബൻഡ്സും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പീരിയഡ്സ് ആവുന്ന സമയത്ത് അത് അത്ര ഒരു ഈസി എന്താ പറയാ കേക്ക് വോക്ക് അല്ല. ബിക്കോസ് വി ആർ ഗോയിങ് ത്രൂ ലൈക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, കുറെ സംഭവങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവും, ചിലർക്ക് വോമിറ്റിംഗ് ഉണ്ടാവും, മൈഗ്രെയിൻ ഉണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും പല ആൾക്കാർക്കും. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ ആ സമയത്ത് പ്ലീസ് ഡോണ്ട് ആർഗ്യൂ വിത്ത് യുവർ ലേഡി. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞ് ചൂടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ദിസ് ഇറ്റ്സ് എ പീരിയഡ്സ് ടൈം, ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. ഓക്കെ, ആൻഡ് ബി ഈസ് വിത്ത് ഹർ. ദെൻ ഫുഡ് കൊണ്ടു കൊടുക്കുക, കുറച്ചൊരു കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ വെച്ച് കൊടുക്കുക. ദെൻ വാച്ച് മൂവീസ് വിത്ത് ഹർ, സിനിമകൾ കാണാം. ആൻഡ് ദെൻ ഇത് മറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ദെൻ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വയ്യാത്തപ്പോ വർക്കൊക്കെ ഉള്ളപ്പോ പറയല്ലോ, ഒന്ന് തല മസാജ് ചെയ്യോ, തല ചോർന്ന് തരോ, തല അങ്ങനെ ചെയ്തു തരും, ഇങ്ങനെ ചെയ്തു തരും. അപ്പൊ ഇതൊക്കെ അവർക്കും ബാധകമാണ്. സോ ഈവൻ ബോയ്സിനും നമ്മുടെ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അമ്മേനെ ഒന്ന് പാമ്പർ ചെയ്യുക, ഇതൊക്കെ യു ക്യാൻ ഡു ഇറ്റ്, റൈറ്റ്? And then rub her tummy softly when you're sleeping. Softly, so I use the term softly. Rub her tummy with romance, okay? And then lay down with her, open kadakka, fondle her well. And then don't say oh yak nullathu parayirudhu. Blood stain bloodil beddil ayalo, dressil ayalo, bed sheetil ayalo, help her with that, okay? നശിപ്പിച്ചു, പുതിയ ബെഡ്ഷീറ്റ് ആണ്, അത്ര രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്, അതാണ് ഇതാണ് കസ്റ്റമൈസ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് ചീത്ത പറയരുത് ദയവിട്ട്. ബി വിത്ത് ഹർ ആൻഡ് ഹെൽപ്പ് ഹർ ടു വാഷ് ഇറ്റ് ഓഫ്. ദെൻ ഹാൻഡിൽ ഹർ മൂഡ് സ്വിങ്സ്. പല മൂഡ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചൂടായിട്ടായിരിക്കും നെക്സ്റ്റ് ടൈം സ്നേഹത്തിൽ. അപ്പോ സ്നേഹത്തിൽ വരുമ്പോ ഉടനെ ഇത്ര നേരം നിന്റെ സ്വഭാവം ആയിരുന്നില്ലല്ലോ, ഭദ്രകാളി ആയിരുന്നല്ലോ എന്നൊന്നും പറയരുത്. അത് അവർ അറിയാതെ വരുന്നതാണ്.
Okay, so get an ease with her and understand that she is in pain. Painful ആണ് ഈ ബ്ലഡ് വെസൽസ് പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് പോവല്ലേ, അപ്പൊ പെയിൻഫുൾ ആണ്. അപ്പൊ അതെല്ലാം ക്യാരി ഔട്ട് ചെയ്തിട്ടായിരിക്കും പലരും ജോലിക്ക് പോകുന്നതും. അങ്ങനെ ആക്ച്വലി നോ, ശരിക്കും പറഞ്ഞാൽ അതൊരു കോളായിട്ട് വി ഹാവ് ടു ഗിവ് ലൈക്ക് ഒരു 3 days മെൻസ്ട്രൽ ഹോളിഡേസ് ഫോർ വിമൻ. അത് പ്രൈവറ്റ് ഫേംസ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അതായത് കട്ടൊന്നുമില്ല, അത് ലോസ് ഓഫ് പേ ഇല്ലാതെ ഒരു 3 ദിവസമൊക്കെ നിങ്ങളുടെ ഫേമിലുള്ള ലേഡീസിന് കൊടുത്തു നോക്കും. ദാറ്റ്സ് ഹൗ യു ആർ ഗോയിങ് ടു ബ്രിങ് ചേഞ്ച്, നോ? അതൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ തോട്ട് ആയിരിക്കില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ചെയ്യില്ല പലരും, പക്ഷെ ട്രൈ ടു ഡു, ബിക്കോസ് ആ ഒരു ദിവസമായിരിക്കും വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ജസ്റ്റ് ട്രൈ ടു ഡു. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കൂ. ആൻഡ് ഓൾവേസ് ഹഗ് ഹർ ടൈറ്റ്, അടുത്തിരിക്കുക, സമാധാനിപ്പിക്കുക, and show some love to her. That's what you should do to ease her up. Now the session is open for discussion. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തുവേണമെങ്കിലും you can discuss. And not only that, എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ലേഡീസ് 100% will agree with this. What about gents? Do you feel all these are relevant? ഹരിയാന ഗവൺമെന്റ് മെൻസ്ട്രേറ്റ് ലീവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, menstruation leave. That's such a beautiful concept. Okay, giving leave for menstruation. എന്ത് രസമുള്ള കോൺസെപ്റ്റ്. ഇതില് ജെൻസ് ആക്ച്വലി ഐ വോണ്ടഡ് ടു ആസ്ക്, ലൈക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങള് നിങ്ങളുടെ ലേഡീസിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം യു ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ആം ഐ ഡൂയിങ് റൈറ്റ് എന്നുള്ളത് ആലോചിക്കാൻ പറ്റിയൊരു സമയമാണ്, ഒരു ഐ ഓപ്പണർ ആണ്. ആക്ച്വലി യു ഷുഡ് ഡു ഓൾ ദീസ്. അത് ഒരുപാട് സമയമൊന്നും അതിന് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി, ദേ ബി ഹാപ്പി. ലേഡീസ് ആർ ലൈക്ക് ദാറ്റ്. ഒന്ന് പാമ്പർ ചെയ്താൽ ഭയങ്കരമായിട്ട് സന്തോഷമായിക്കോളും അവർക്ക്. ആൻഡ് പ്ലീസ് ഡു സച്ച് തിങ്സ് ടു യുവർ ലേഡീസ്. ആൻഡ് is there anybody who would like to talk on this? Whether you ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട്. So whether you are doing such things, അല്ലെങ്കിൽ now that this is an open forum to discuss. ഇതില് എതിരഭിപ്രായം, ഞാൻ പറഞ്ഞതിൽ പലതും എതിരഭിപ്രായം ഉള്ളതുണ്ടാവാം, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് പറയാൻ പറ്റുന്നുണ്ടാവും. സോ നൗ ഇറ്റ്സ് ഓപ്പൺ, മീറ്റിംഗ് ഇസ് ഓപ്പൺ ടു യു. മൂവിയുടെ പേരൊന്നുകൂടെ പറയാമോ? ഐ വുഡ് ലൈക്ക് ടു സീ ഇറ്റ്. അതുകൊണ്ട് ഏതാ മൂവിയുടെ പേര് ഒന്നുകൂടെ പറയാമോ? പാഡ്മാൻ. അക്ഷയ് കുമാർ. ഓക്കെ, Thank you, Manjita. Thank you, Manjita, for mentioning me. And actually, I have written this time a topic on the climatic part also of it, which I am given to be submitted in our JCI Herald. So, relating to these hormonal issues, and also because we see a lot of patients this way, and I have to literally reassure. I call for a family counseling, make them understand it takes a lot of time because as you said, it is and many women are only against all these things. That's the worst part. So ഈ കുട്ടികൾക്കന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് തന്നെ because we ladies only make a big hue and cry about it. So first of all, we ourselves have to be let free ourselves, and then train the children or the men in the family. So one thing is that. Second thing is the amount of time that we take to edge. Because there are many people who feel that we are just acting like that. Like we are just acting. I don't know how many of us can act like that. But I have got complaints. There are men who say that no, otherwise she's okay. When she sees me only, she's like this. Or and there are men who tell that ഞാനിത് എൻ്റെ വീട്ടില് എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സും അവരൊന്നും ഇങ്ങനെയൊന്നും പെരുമാറില്ല. So that means you don't know what to say, That time because see, maybe in olden days, the female tends to hide their problems and all that. So they must have been. But today's generation is not like that. And there are many men who say that the PMT runs for a month. So it's almost never over, like. So there are such problems also to it.
So we have to give a judicial judgment about all these things. Like, yeah, of course, it is not a common thing, but these are the problems that we face. So I leave it to them to decide like how it is. But genuine problems are there. Genuine problems can be dealt with all these things. പിന്നെ ഇങ്ങനെയൊക്കെ പറയണത് അത് എക്സ്ട്രാ വരണതാണ്. അപ്പൊ നമ്മളത് I take a lot of നമ്മൾ കുറെ ടൈം എടുത്തിട്ട് I reassure, I literally call for a family counseling. That's what I do. It's better than the medicines that we give. So the lady is also, she also feels better. The family members also know that it is not just an acting or she's purposely doing it. I tell them how the hormonal imbalances affects your mood and which all hormones tends to, bring out the mood swings and all. So then, okay, it's understood. Thank you, Manjita. Thank you. And you did a very good session. I was really looking forward to it. So it was really good, really good. Thank you so much, doctor. Actually, I too like to take such topics, but then in front of you all, how I manage, that was another thing. Because doctors can say more on this, right? And of course, ma'am, I really meant it when I thanked you. Like you are a savior for me, actually. Thank you. Thank you. Thank you. Thank you. I would like to hear from some gents, actually. The session was meant for them. So if anybody could say your opinion, it will be good to hear. Good evening, one and all. Myself, I am Dr. Subin K. Mohan. I am working as assistant professor at Kerala Veterinary and Animal Sciences University. First of all, I like to thank Manjita for delivering such a wonderful talk about a very pertinent topic. Secondly, I would like to thank my students as well as my colleagues who joined in this session. I felt that there is a very much importance from the part of society to teach about menstrual hygiene. I would like to quote one example. Okay, my nearby home was rented out and they were being occupied by some people. One day when I came from my office back to my home, I just saw that used pads was being openly put over this the side walls. I mean, I personally felt that is awkward. Okay, that is one thing about the menstrual hygiene. And the next thing I got already, a doctor gave me the answer about that. There are instances where even this goes beyond a month. I came to know about some of my friends that they are also frustrated, as the doctor told. Anyway, thanks for this. It's was a wonderful section. I think your organization should come out with such awareness programs about menstrual hygiene, not only in college students or school students, but to each and every part of the cross section of the society. Thank you. Sure, Subin. Thank you so much. Actually, as you mentioned it, അവര് പ്രോപ്പർ ഡിസ്പോസലിനുള്ള സാധനങ്ങൾ കോമൺ ലാട്രിൻസിൽ വെക്കാറില്ല, ഡിസ്പോസലിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികളെയും ഇത് അവയർനെസ് കൊടുക്കേണ്ടത് വളരെ ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ എന്റെ ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ വാട്ട് ദേ വർ സെയിങ്, നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഞങ്ങൾ അവിടെ എടുക്കാറുണ്ട്, പക്ഷെ ഓൺലൈനായിട്ടും എടുക്കണം, പ്യൂബിക് ഹൈജീനെ കുറിച്ച് എടുക്കണം. നമ്മൾ ഇതിനു മുമ്പ് ഒരു സെഷൻ ഗേൾസിന് മാത്രം, ഗേൾസിനും ബാക്കി ലേഡീസിനും ഒക്കെ ആയിട്ട് പ്യൂബിക് ഹൈജീന് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഇനിയും സെഷൻസ് വിൽ ബി ഡൂയിങ്. താങ്ക് യു സോ മച്ച് സുബിൻ. ആൻഡ് യെസ്, JCI is arranging so many programs like this. ഇനിയും നമുക്ക് അങ്ങനത്തെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാം. താങ്ക് യു. Any more doubts? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി എന്തെങ്കിലും മഞ്ജിതയോട് ചോദിക്കാനുണ്ടോ? Hi, ഞാൻ ഡോക്ടർ സജി. Am I clear with? Hi, ma'am. Yeah, hi. Yes. Okay. Manjita ma'am, actually, I personally appreciate you for the bold and courage which you have taken up to confidently present the topic. അതായത് സാധാരണ ഈ ഒരു ടോപ്പിക് ഒരു എന്താ പറയാ, ഒരു ഫീമെയിൽസിനുള്ളിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിനുള്ളിൽ അങ്ങനെയാണ് സാധാരണ എടുത്ത് കാണാറുള്ളത്.
പക്ഷെ ബോൾഡായിട്ട് കുട്ടികളെയും അതുപോലെ തന്നെ ഹസ്ബൻഡിനെ ആയാലും എല്ലാവരും കോമൺ ആയിട്ട് വിളിച്ച് നമുക്കൊരു ടോപ്പിക് കണ്ടക്ട് ചെയ്യാം, ഒരു അവയർനെസ് കൊടുക്കാം എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി. അപ്പൊ അത് ഞാൻ നേരിട്ട് പറയണമെന്ന് മാത്രം. പിന്നെ ജസ്റ്റ് ഒരു ബീങ് ഓപ്റ്റിമിസ്റ്റിക്, ഞാൻ 1-2 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. എന്താ വെച്ചാല് നമ്മൾ പണ്ട് കാലത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിട്ട, അതായത് 4 ദിവസം പീരിയഡ്സ് വരുമ്പോ മാറി നിൽക്കണം. അതായത് നമ്മുടെ ഫാമിലി നിന്നും, മൈറ്റ് ബി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നിന്നും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹൗസ് ഹോൾഡ് തിങ്സ് നിന്നും ആയിക്കോട്ടെ, മാറി നിൽക്കണം എന്നുള്ള ഒരു ചിട്ട ഉണ്ടായിരുന്നത് ഒരു വിധത്തിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫുൾ റെസ്റ്റ് കിട്ടാനും, മൈറ്റ് ബി ഞങ്ങളുടെ ആയുർവേദത്തില് ആയുർവേദ ഡോക്ടർ, അപ്പോ ആയുർവേദ ശാസ്ത്രത്തിലായാലും ആ കാലത്ത് തന്നെ എന്താണ് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പലതരം ഇഷ്യൂസ്, ഈ പറഞ്ഞ പോലെ ഓവർ ബ്ലീഡിങ് ഇല്ലായ്മ, ഡിസ്പെനോറിയ, അങ്ങനത്തെ ഒരുപാട് ഈ കണ്ടീഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു റൂൾ ആയിരുന്നിരിക്കാം ലേഡീസ് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും അവർക്ക് ഒരു 3 ദിവസം 4 ദിവസം റെസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് വിത്ത് എന്താ പറയാ, ജനറേഷൻ പാസ്സായി പോകുമ്പോൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് കുറച്ച് നെഗറ്റീവായിട്ട്, അതായത് എന്താ ഈ പറഞ്ഞ പോലെ അവരെ നെഗ്ലക്ട് ചെയ്യുന്ന പോലെ, ഈ പറഞ്ഞ പോലെ ദൈവത്തിനടുത്ത്, ശരിയായിരിക്കാം, ദൈവത്തിനടുത്ത് എനിക്കും അതിനെക്കുറിച്ച് അറിയില്ല ടു ബി ഫ്രാങ്ക്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവരെ ഒന്നും കെയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് ഇന്റർപ്രിറ്റ് ചെയ്ത് കാലങ്ങളോളം ജനറേഷൻ ബൈ ജനറേഷൻ മാറി വരുമ്പോൾ അവയർനെസ് കുറയണ കൊണ്ട് തന്നെ തെറ്റായിട്ട് അതിനെ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലില് നമുക്ക് ഈ പറഞ്ഞ പോലെ പീരിയഡ്സും വയ്യായികയും മൂഡ് സ്വിങ്സും ജോലിയും കുട്ടികളും നോക്കലും, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പഠിത്തം ഉണ്ടെങ്കിൽ അത് ഒരുപാട് നമ്മൾ ആ ഒരു ചിത്രം കാണുന്ന പോലെ ഒരു ദേവിയുടെ കയ്യിൽ പലതരം അവതാരങ്ങൾ ഉള്ള പോലെ നമ്മൾ ഓടി നടക്കുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരു അവയർനെസ് പ്രോഗ്രാം ശരിക്കും ആവശ്യം തന്നെയാണ്. ജസ്റ്റ് ഞാൻ ചുരുക്കിയെന്ന് മാത്രം. അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിൽ ശരിയായിരിക്കാം, അതായത് പോസിറ്റീവായിട്ട് ആ കാലഘട്ടത്തിൽ നമുക്ക് റെസ്റ്റ് കിട്ടാനായിട്ടുള്ള ഒരു വഴിയായിരുന്നിരിക്കാം എന്ന് തോന്നി. അത് നെഗറ്റീവായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇതായിരിക്കുമോ എന്നും എനിക്ക് ഫീൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച് മഞ്ജിത. താങ്ക് യു ഡോക്ടർ. 100% ഐ ഡു എഗ്രി വിത്ത് ദാറ്റ്. അത് തന്നെയാണ്, പണ്ട് കാലത്ത് ആ ഒരു കുറച്ച് ദിവസമായിരിക്കും അവർക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ മാറിയിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഫുഡ് അവർക്ക് കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെയുള്ളത്. പക്ഷെ ആസ് യു ടോൾഡ്, ഇപ്പൊ അതിനെ ഭയങ്കര റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, when she has pointed it out, സെക്ഷുവൽ പ്ലഷർ അല്ലെങ്കിൽ സെക്ഷുവൽ ആക്ട് ഈ ഒരു സമയത്ത് ഇഫ് ദ ലേഡി പെർമിറ്റ്സ്, ചില ആൾക്കാർക്ക് ലൈക്ക് മെൻസ്ട്രേഷൻ ഉള്ള സമയത്ത് ദേ വുഡ് ലൈക്ക് ടു ഹാവ് സെക്സ്, അങ്ങനെയുള്ളവരാണെങ്കിൽ ഓക്കെ. അതർവൈസ് please don't force your lady to have sex during her periods if she is really uncomfortable ആണെങ്കിൽ ഒരിക്കലും ഒരു ലേഡീനെ പീരിയഡ്സ് ടൈമിൽ സെക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധിക്കരുത്. ഓക്കെ, ദാറ്റ് വാസ് ദെയർ. അതും പണ്ട് കാലത്ത് ചിലപ്പോൾ അതും ഒക്കെ ഒരു കാരണമായിരിക്കാം, ലൈക്ക് മാറ്റിയിരുത്തുന്നതിന്റെ, ആസ് ഡോക്ടർ ടോൾഡ്, ഇതെല്ലാം അതിലൊരു വിഷയം തന്നെ ആയിരുന്നിരിക്കാം. Hi. I just want to say that my husband, he helps me out during those days. I'm so thankful to him. Sudhi Chandran, he used to help me out because I have these mood swings, stomach ache, backache, everything. It's what all things are there with the during those, all the problems I face during that. I get so irritated, so pissed off, and I used to say, don't talk me anything, like I get angry. He's like, okay, for 5 days you're all on your own. And he used to help me out with stuff, the hot bag things. Even during late at night, sometimes late at night at 2 o'clock, he used to help me out with that. So that is something my son, who is just 5, and he doesn't know anything about it, but he used to ask me, like, are you okay? Happen and stuff. So that makes me, now when you are doing all this, telling me all this, now I feel like, yeah, in somewhere down the line, he is learning his part by his father. So that's something very recommendable, and I just want to thank him. Yeah, thank you. That's so nice to hear from you, Arpita. That's too good. And of course, Kian was to do the same thing to his wife. അതാ വേണ്ടത്. നമ്മളുടെ വൈഫിനെ ഇങ്ങനെയുള്ള സമയത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന കാണുമ്പോൾ കുട്ടികൾ കണ്ടു വളരണം. അപ്പോ അവർക്കത്
ഒരു ടാബു അല്ലാന്നും അവരുടെ ഭാര്യനെയും in future they will do it. So actually it's a good thing. Hats off to Sudhi for that. That every member of JCI learns from Sudhi Chandran. അപ്പോ മേ ബി എല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോ എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ടേക്ക് എവറിത്തിങ് പോസിറ്റീവ്ലി അല്ലേ. അപ്പോ താങ്ക് യു മഞ്ജിത, നല്ല സെഷൻ ആയിരുന്നു. വെരി ബോൾഡ്, പറഞ്ഞ പോലെ നല്ല 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 ആറ്റിറ്റ്യൂഡ്, നല്ല ബോൾഡ് സെഷൻ, നന്നായിരുന്നു. Let me thank Anuja, our JSRA chairperson, for this wonderful opportunity. She was behind me. You do this, and I'm so happy that I could do this. And Arpita, the PD of the program, thank you so much, dear. Thank you so much. Thank you. And all the JCs and and all the listeners, whoever are present here. Thanks a lot for listening. Thank you so much. That's the end of the session. So I would like to thank each and every member who have attended this session, especially the youngster who showed the courage to join this session and make it a success. And especially our chairperson, Anuja Abraham. You have taken this topic and you have made this thing done. And Manjita Chechi, you did it so well. I already knew it that you will rock, and you did it. Because this is such a topic that one can get shy or discomfort would be there, but I didn't feel that you had that feeling, because you made it so many things clear, the myths, the everything, the actual facts, what is there. You made it so well, means you told us so very well. So thanks a lot. And at the end, all the JCs and JCs, thanks for joining it. And wishing everybody good luck, and stay home, stay safe in this pandemic. Thank you. We can wind up the Bye-bye. session. Yeah. Bye. Take care. Bye.